The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hi students, welcome back to Zoology class. നമ്മൾ എല്ലാ ദിവസവും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ലൈവ് ലെസൺ ഷെയർ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷണൽ കോട്ട് ഷെയർ ചെയ്തുകൊണ്ടോ ആയിരിക്കും. ഇന്നും അതുപോലെ തന്നെ ഒരു ലൈവ് ലെസൺ ഷെയർ ചെയ്തുകൊണ്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ലൈവ് ലെസൺ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ചിന്തിക്കും, എന്താ ഒരു ടീച്ചറുടെ ലൈഫിലോ അല്ലെങ്കിൽ ടീച്ചറുമായി ബന്ധപ്പെട്ട ആരുടെയെങ്കിലും ലൈഫിലോ സംഭവിച്ച അനുഭവത്തിൽ നിന്നും പഠിച്ച പാഠമായിരിക്കാം. ഒരിക്കലുമല്ല. ഈ ജീവിത പാഠം നമ്മൾ പ്രകൃതിയിൽ നിന്ന് തന്നെ പഠിക്കുന്നതാണ്. നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിയിലേക്കൊന്ന് കണ്ണുപിടിക്കുമ്പോൾ അവിടെയുള്ള പല ജീവജാലങ്ങളുടെ ജീവിതത്തിൽ നിന്നും നമ്മൾ പല കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത്തരത്തിലുള്ളൊരു ജീവിത പാഠമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നമ്മളൊരു വിത്തിനെ മണ്ണിൽ കുഴിച്ചിടുമ്പോൾ അത് തൻ്റെ ജീവിതത്തിലൂടെ നമ്മോട് പറയാതെ പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങളെന്നെ എത്ര ആഴത്തിൽ കുഴിച്ചിട്ടാലും എത്ര ഇരുട്ടാൽ മൂടിയാലും ഞാൻ വളരുക തന്നെ ചെയ്യും വെളിച്ചത്തിലേക്ക്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. ഒരുപാട് പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും എല്ലാം വരും. അപ്പോഴെല്ലാം തളരാതെ പതരാതെ മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീവിത വിജയം ഉറപ്പായിട്ട് നേടിയെടുക്കാനാവും. ജീവിത വിജയം എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ സെൻസിൽ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീവിത വിജയം എന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സന്തോഷത്തോടു കൂടിയുള്ള ഒരു ലൈഫാണ്. ഓക്കെ, അൾട്ടിമേറ്റ് എയിം മസ്റ്റ് ബി ഹാപ്പിനെസ്. ജീവിത വിജയം എന്ന് പറയുന്നത് വീട് വെക്കുന്നതോ കാറ് വാങ്ങുന്നതോ അല്ലെങ്കിൽ വലിയ ജോലി വാങ്ങുന്നതോ ഒന്നുമല്ല. അതിനപ്പുറം ഹാപ്പിനെസ് ആണ്. ഓക്കെ, ഇഫ് യു ഹാവ് ഹാപ്പിനെസ് ഇൻ യുവർ ലൈഫ് യു ആർ എ സക്സസ്ഫുൾ പേഴ്സൺ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടെങ്കിൽ നിങ്ങൾ സക്സസ്ഫുൾ ആണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രമിക്കേണ്ടത് എന്തിനു തന്നെയായിരിക്കണം? സന്തോഷം നേടിയെടുക്കാൻ അല്ലെങ്കിൽ ഹാപ്പിനെസ് നേടിയെടുക്കാൻ തന്നെ ആയിരിക്കണം. ചില ആൾക്കാരുടെ സന്തോഷം മെറ്റീരിയലിസ്റ്റിക് ആണ്, ചില ആൾക്കാരുടെ സന്തോഷം മെറ്റീരിയലിസ്റ്റിക് ആണ്. മീൻസ് അവർക്ക് വീട് വെക്കുന്നതായിരിക്കും സന്തോഷം, അല്ലെങ്കിൽ അവർ കാർ വാങ്ങുന്നതായിരിക്കും സന്തോഷം. ഇനി മറ്റു ചില ആൾക്കാരുടെ സന്തോഷം സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. ഓക്കെ, ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനാണ് അവരുടെ ഹാപ്പിനെസ്. സോ ഹാപ്പിനെസ് ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. എനിവേ, ഒരാളുടെ ഹാപ്പിനെസ് എവിടെയാണോ, എപ്പോഴാണോ ഒരാൾ ഹാപ്പി ആവുന്നത് അപ്പോൾ അയാൾ ജീവിത വിജയം നേടി എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ ജീവിത വിജയം നേടിയെടുക്കണം? നിങ്ങളുടെ സന്തോഷം കണ്ടെത്തുന്നതിലൂടെ ജീവിത വിജയം നേടിയെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തണം. എല്ലാത്തിലും സന്തോഷം കണ്ടെത്താൻ ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ റിയലി സക്സസ്ഫുൾ പേഴ്സൺ ആയിരിക്കും. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഷാൽ വി മൂവ് ഓൺ ടു ടോപ്പിക്? ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ഒരു അൺനോൺ ഓർഗാനിസത്തിന് കിട്ടുകയാണെന്ന് വിചാരിച്ചോളൂ. അങ്ങനെ കിട്ടുമ്പോൾ നിങ്ങൾ ആദ്യം എന്താ ചെയ്യുക? സ്വാഭാവികമായിട്ടും ഏതാണ് ഓർഗാനിസം എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളൊരു ശ്രമം നടത്തും, അല്ലേ? അതായത് നിങ്ങളതിൻ്റെ മോർഫോളജിക്കൽ ആസ് വെൽ ആസ് അനാട്ടമിക്കൽ ഫീച്ചേഴ്സിനെ കമ്പയർ ചെയ്ത് ഏതാണ് ഓർഗാനിസം എന്ന് തിരിച്ചറിയാനൊരു ശ്രമം നടത്തും. ആദ്യം നിങ്ങൾ എന്താ ശ്രദ്ധിക്കുക? അതൊരു ആനിമലാണോ പ്ലാന്റ് ആണോ എന്ന് നോക്കും, അല്ലേ? ആനിമൽ ആണെന്ന് തന്നെ ഇരിക്കട്ടെ. ആനിമൽ ആണെങ്കിൽ പിന്നെയും നിങ്ങൾക്ക് ഡൗട്ട് വരും. ആനിമൽ ആണെങ്കിൽ അത് കോഡേറ്റിൻ്റെ കാറ്റഗറി പെട്ടതാണോ അതോ നോൺ കോഡേറ്റിൻ്റെ കാറ്റഗറി പെട്ടതാണോ എന്നുള്ളൊരു ഡൗട്ട് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവും. ഇനി അവിടെയും നിങ്ങൾ ഒബ്സർവേഷനിലൂടെ ഒരു കറക്റ്റ് ആൻസറിലേക്ക് എത്തിച്ചേരുന്നു. അതൊരു കോഡേറ്റ് ആണെന്ന് എത്തിച്ചേർന്നു. കോഡേറ്റ് ആണെന്ന് എത്തിച്ചേർന്നാലും കോഡേറ്റിൽ തന്നെ പല കാറ്റഗറീസും ഉണ്ടാവും, അല്ലേ? ആ കോഡേറ്റിൽ ഏതൊക്കെ ലോവർ കോഡേറ്റ് ആണോ ഹയർ കോഡേറ്റ് ആണോ എന്നൊരു ചോദ്യം വരും. അവിടെയും നിങ്ങൾ കറക്റ്റായിട്ടുള്ളൊരു കൺക്ലൂഷനിലെത്തും, ഒരു ഹയർ കോഡേറ്റ് ആണ്. ആ ഹയർ കോഡേറ്റ് ആണെങ്കിൽ അത് ഏത് ക്ലാസ്സിൽ പെടുന്നതാണ് എന്നുള്ള ചോദ്യങ്ങൾ പിന്നെയും വന്നുകൊണ്ടേയിരിക്കും. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ഓർഗാനിസത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് എ സിമ്പിൾ പ്രോസസ്. ഇറ്റ് ഇൻവോൾവ്സ് എ നമ്പർ ഓഫ് സ്റ്റെപ്സ്. നമുക്ക് എപ്പോഴും കുറേ ക്വസ്റ്റ്യൻസിന് ആൻസർ കണ്ടെത്തിയാൽ മാത്രമേ ആ ഓർഗാനിസം ഏതാണെന്ന് തിരിച്ചറിയാനായിട്ട് പറ്റൂ. In short, we can say that classification is not a single step process.
but it involves hierarchy of steps in which each step represents a rank or category. അതായത് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു സിംഗിൾ സ്റ്റെപ്പ് പ്രോസസ്സ് അല്ല, ഒരു മൾട്ടി സ്റ്റെപ്പ് പ്രോസസ്സാണ്. ഈ മൾട്ടി സ്റ്റെപ്പ് പ്രോസസ്സിൽ ഓരോ സ്റ്റെപ്പിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് കാറ്റഗറി ഓർ റാങ്ക്, അല്ലേ? നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ആ ഓർഗാനിസത്തിന് നമ്മൾ ഏത് സ്റ്റെപ്പിലേക്കാണോ ഇടുന്നത് ആ സ്റ്റെപ്പിനെ നമുക്കൊരു പേര് വിളിക്കാം, കാറ്റഗറി എന്ന് വിളിക്കാം. മനസ്സിലായോ? അതായത് ഒരു ഓർഗാനിസത്തിന് ഇപ്പം നമ്മൾ പല കാറ്റഗറിയിൽ പെടുത്താനായിട്ട് പറ്റും, പല കാറ്റഗറിയിൽ വരാൻ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. Now we are going to study about taxonomic hierarchy and taxonomic categories. What is meant by taxonomic hierarchy? Taxonomic hierarchy is the classification of an organism in successive levels on the basis of its complexity. അതായത് ഒരു ഓർഗാനിസത്തിനെ അതിൻ്റെ കോംപ്ലക്സിറ്റിയുടെ അടിസ്ഥാനത്തിൽ സക്സസീവ് ലെവൽസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ടാക്സോണമിക് ഹൈറാർക്കി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടാക്സോണമിക് ഹൈറാർക്കി എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഓർഗാനിസത്തിനെ സക്സസീവ് ലെവൽസിൽ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് ടാക്സോണമിക് ഹൈറാർക്കി എന്ന് പറയുന്നത്. ആ സക്സസീവ് ലെവൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ടാക്സോൺ അല്ലെങ്കിൽ റാങ്ക്, അതല്ലെങ്കിൽ കാറ്റഗറി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു ടാക്സോൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ടാക്സോണമിക് ഹൈറാർക്കിയിൽ ഒരു സ്റ്റെപ്പിനെയാണ് നമ്മൾ ടാക്സോൺ എന്ന് പറയാം, അല്ലെങ്കിൽ റാങ്ക് എന്ന് പറയാം, അതല്ലെങ്കിൽ കാറ്റഗറി എന്ന് പറയാം. Now we are going to study about the different categories of taxonomic hierarchy. Taxonomic hierarchyയിലെ പല കാറ്റഗറീസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ആക്ച്വലി ദിസ് ടാക്സോണമിക് ഹൈറാർക്കി ഇൻവോൾവ്സ് 7 ഡിഫറെൻറ്റ് ലെവൽസ്. ഒരു ടാക്സോണമിക് ഹൈറാർക്കിയിൽ 7 ലെവൽസ് ആണ്. ദാറ്റ് മീൻസ് ഒരു ഓർഗാനിസത്തിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ 7 ലെവലിലൂടെയാണ് ഒരു ഓർഗാനിസത്തിനെ ഫൈനലി ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്. അതിൽ ആദ്യത്തെ ലെവലിനെ നമ്മൾ വിളിക്കാം കിങ്ഡം ലെവൽ. ഓക്കെ, കിങ്ഡം. ഓക്കെ, ഫസ്റ്റ് ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ ഈസ് കിങ്ഡം, ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഫൈലം, തേർഡ് വൺ ഈസ് ക്ലാസ്, ഫോർത്ത് വൺ ഈസ് ഓർഡർ, ഫിഫ്ത്ത് വൺ ഈസ് ഫാമിലി, സിക്സ്ത് വൺ ഈസ് ജീനസ്, ലാസ്റ്റ് ആൻഡ് സെവൻത് വൺ ഈസ് species. As I told you earlier, there are 7 levels in a taxonomic hierarchy. These 7 levels are known as taxonomic categories. Which are the taxonomic categories? Here you can see the taxonomic categories: kingdom, phylum, class, order, family, genus and species are the taxonomic categories. That means ഇതിനെയാണ് ഈ പറയുന്ന taxonomic category സക്സസീവ് ലെവൽസ് ആയിട്ട് അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ടാക്സോണമിക് ഹൈറാർക്കി എന്ന് പറയാം. Now let's write down the taxonomic hierarchy. Taxonomic hierarchy എഴുതുമ്പോൾ എപ്പോഴും സക്സസീവ് ലെവൽസ് ആയിട്ടാണ് എഴുതുക. When we write taxonomic hierarchy, at that time we have to start from the lowest level of classification. Okay, that means here the lowest level of classification is species. So we have to start with the species. Species is the lowest level of classification. And species കഴിഞ്ഞിട്ട് കുറച്ചുകൂടി ഹയർ ലെവലിലേക്ക് വരുമ്പോൾ ഇറ്റ് ഈസ് ജീനസ്. ജീനസ് ഇസ് ദ സെക്കൻഡ് ഹയർ ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ. ദെൻ ഫാമിലി ഇസ് ദ തേർഡ് ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ. ആൻഡ് ഫാമിലി കഴിഞ്ഞ് വരുന്നത് ഓർഡർ ആണ്. ഓർഡർ കഴിഞ്ഞിട്ട് വരുന്നത് ക്ലാസ്. നെക്സ്റ്റ് വൺ ഈസ് ഫൈലം. ആൻഡ് അതിനുശേഷം വരുന്നതാണ് കിങ്ഡം. ഓക്കെ, as I told you earlier, taxonomic hierarchy is the taxonomic classification of different organisms in successive levels based on its complexity. അതായത് നമ്മൾ ഓർഗാനിസത്തിനെ ഇവിടെ ക്ലാസിഫൈ ചെയ്യുന്നത് ഈ സക്സസീവ് ലെവൽസിലേക്കാണ്. In a taxonomic hierarchy, species is the lowest level of classification. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ജീനസ്. ജീനസിനെ സ്പീഷീസിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി കോംപ്ലക്സിറ്റി കൂടുതലായിരിക്കും. കുറച്ചുകൂടി കോംപ്ലക്സിറ്റി കൂടുതലായിരിക്കും ഫാമിലിയിലേക്ക് വരുമ്പോൾ. അതായത് ഒരു ഫാമിലിയിലേക്ക് വരുമ്പോൾ നമ്പർ ആൻഡ് കോംപ്ലക്സിറ്റി ഓഫ് ഓർഗാനിസം വിൽ ഇൻക്രീസ്. ഓക്കെ, ഓർഡറിലേക്ക് വരുമ്പോൾ അതുപോലെ തന്നെയാണ്. ഓർഡറിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്ന ഓർഗാനിസത്തിൻ്റെ എണ്ണവും കോംപ്ലക്സിറ്റിയും വളരെ കൂടുതലായിരിക്കും. ഓക്കെ, ഇനി ഇവിടെ ക്ലാസ്സിലേക്ക് വരുമ്പോഴും ഇതേ കാര്യം തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് number of organisms which will come under a particular class will be larger than that of the order. ഓർഡറിനേക്കാൾ കൂടുതലായിരിക്കും, കോംപ്ലക്സിറ്റിയും കൂടി വരും. ഫൈലത്തിലേക്ക് വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഓക്കെ, അതായത് പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് ഓരോ ലെവലിലേക്ക് വരുമ്പോഴും ഓർഗാനിസത്തിൻ്റെ കോംപ്ലക്സിറ്റി ആസ്
ആസ് വെൽ ആസ് നമ്പർ വിൽ ഇൻക്രീസ്. അതായത് ഒരു കിങ്ഡത്തിൽ ഉൾപ്പെടുന്ന ജീവികളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ലാർജർ ദാൻ ദാറ്റ് ഓഫ് ദി സ്പീഷീസ്. അതായത് സ്പീഷീസിൽ ഉൾപ്പെടുന്ന ജീവികളുടെ എണ്ണത്തിനെയും കിങ്ഡത്തിൽ ഉൾപ്പെടുന്ന ജീവികളുടെ എണ്ണവുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കിങ്ഡം ലെവലിൽ ഉൾപ്പെടുന്ന ജീവികളുടെ എണ്ണം എപ്പോഴും കൂടുതലായിരിക്കും. ഓക്കെ, ഐ ടെൽ യു വൺസ് മോർ. When we will compare the number of organisms which will come under the level of kingdom level, it will be higher than that of the number of organisms which will come under the species level. മനസ്സിലായോ? ഇനി നമുക്ക് ഓരോ ടാക്സോണമിക് ലെവലിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, now let's study about species. Species is the lowest level of classification. Species എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ്റെ ഏറ്റവും ലോവസ്റ്റ് ലെവലാണ്. അതായത് we can't classify any organism beyond that level. അതായത് സ്പീഷീസ് ലെവലിന് അപ്പുറം നമുക്ക് ഒരു ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. ആൻഡ് വാട്ട് ഈസ് മീൻഡ് ബൈ സ്പീഷീസ്? എന്താ സ്പീഷീസ് എന്ന് വെച്ചാൽ സ്പീഷീസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ ഓർഗാനിസം ദാറ്റ് ഷോസ് ഫണ്ടമെൻ്റൽ സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ദം. ഓക്കെ, that means a group of organism which shows close similarity between each other is known as species. Okay, I tell you once more. അതായത് ഫണ്ടമെൻ്റൽ സിമിലാരിറ്റീസ് ഉള്ള ഒരു കൂട്ടം ഓർഗാനിസത്തിനെ ഒരു ഗ്രൂപ്പിനുള്ളിൽ പെടുത്തുകയാണെങ്കിൽ ആ ഗ്രൂപ്പിനെ നമുക്ക് എന്ത് വിളിക്കാം? സ്പീഷീസ് എന്ന് വിളിക്കാം. ഓക്കെ, so what is meant by species? A species is a group of individual organism that show fundamental similarities, or it is a group of organism which show close similarity between each other. Okay, പരസ്പരം ക്ലോസ് സിമിലാരിറ്റി കാണിക്കുന്ന ഒരു കൂട്ടം ജീവികളാണ് ഒരു സ്പീഷീസിൽ പെടുക. ഇനി ഏതൊക്കെ ലെവലിലാണ് സിമിലാരിറ്റി കാണിക്കുക എന്ന് വെച്ചാൽ ദീസ് ഓർഗാനിസം വിൽ ഷോ ക്ലോസ് സിമിലാരിറ്റി ഇൻ ദെയർ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ. Along with that, it will show close similarity in the morphological features also. അതായത് for example, just think that this is a species. Okay, ഇതൊരു സ്പീഷീസ് 1 എന്ന് വിചാരിച്ചോളൂ. SP1 എന്ന് ഞാനൊരു പേര് കൊടുത്തു. Okay, this SP1 may contain individual organism I1, okay, I2, I3, like that many individual organism will be there in a particular species 1. Okay, ഇവിടെ this I1 will show close similarity with I2 and I2 will show close similarity with I3, like that it will show close similarity between each other. In what aspect? ഏത് ആസ്പെക്റ്റിലാണ് എന്ത് ആസ്പെക്റ്റിലാണ് ക്ലോസ് സിമിലാരിറ്റി കാണിക്കുന്നത്? ഇൻ ദെയർ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇൻ ദെയർ മോർഫോളജിക്കൽ സ്ട്രക്ചർ ആൻഡ് ഇൻ ദ റീപ്രൊഡക്ഷൻ ഓൾസോ. ഓക്കെ, അതായത് മോഡ് ഓഫ് റീപ്രൊഡക്ഷനിലും അതുപോലെ തന്നെ ജനറ്റിക് മേക്കപ്പിലും അതുപോലെ മോർഫോളജിക്കൽ സ്ട്രക്ചറിലും ഈ ഓർഗാനിസം, ഈ പറയുന്ന ഇൻഡിവിജ്വൽ ഓർഗാനിസം ക്ലോസ് സിമിലാരിറ്റി കാണിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഓർഗാനിസത്തിന് ഉൾപ്പെടുത്തുന്ന ഗ്രൂപ്പിനെയാണ് സ്പീഷീസ് എന്ന് പറയുക. ഓക്കെ, then we will take example of Solanum tuberosum and Mangifera indica. The tuberosum and indica represents the species of that organisms. അതായത് ഒരു സയൻറ്റിഫിക് നെയിമിൽ അതിൻ്റെ ലാസ്റ്റ് വേർഡ് എപ്പോഴും എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്? സ്പീഷീസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് നമ്മൾ ബൈനോമിയൽ നോമൻക്ലേച്ചറിൽ പഠിച്ചത് തന്നെയാണ്. ഓക്കെ, നമ്മൾ അസെൻഡിങ് ഓർഡറിൽ നോക്കുകയാണെങ്കിൽ ടാക്സോണമിക് ഹൈറാർക്കിയുടെ സെക്കൻഡ് ലെവൽ എന്ന് പറയുന്നത് ജീനസ് ആണ്. ഓക്കെ, സോ വാട്ട് ഈസ് മീൻഡ് ബൈ ജീനസ്? ജീനസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് സ്പീഷീസ്. റിലേറ്റഡ് സ്പീഷീസിൻ്റെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ജീനസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ജസ്റ്റ് തിങ്ക് ദാറ്റ് ദിസ് ഇസ് എ ജീനസ്. ഇതൊരു ജീനസ് ആണെന്ന് വിചാരിക്കുക. ഈ ജീനസിനുള്ളിൽ വി ക്യാൻ സി ഡിഫറെൻറ്റ് സ്പീഷീസ്. ഫോർ എക്സാമ്പിൾ, സ്പീഷീസ് 1, സ്പീഷീസ് 2, species 3, like that different species will be there in a genus. And what is the peculiarity of these species 1, 2 and 3? These species will show some similarity between each other. That means ഒരു സ്പീഷീസും ഈ സ്പീഷീസുകൾ പരസ്പരം സിമിലാരിറ്റി കാണിക്കുന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് എല്ലാവരും കൂടി ഒരു ജീനസിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ആ ലെവലിനെയാണ് നമ്മൾ എന്താ പറയുക? ജീനസ് ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം. നേരത്തെ നമ്മൾ പറഞ്ഞു സ്പീഷീസിൽ നമ്മൾ എന്താ പറഞ്ഞത്? അവിടെ ഇൻഡിവിജ്വൽ ഓർഗാനിസത്തിൻ്റെ ഗ്രൂപ്പിനെയാണ് പറയുന്നത്. ആ ഇൻഡിവിജ്വൽ ഓർഗാനിസം ക്ലോസ് സിമിലാരിറ്റി കാണിക്കുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ ഇൻ ദ കേസ് ഓഫ് ജീനസ് ഇറ്റ് വിൽ നോട്ട് ഷോ ക്ലോസ് സിമിലാരിറ്റി ബിറ്റ്വീൻ ഈച്ച് അതർ. ദാറ്റ് മീൻസ് ദിസ് ഫസ്റ്റ് സ്പീഷീസ് വിൽ നോട്ട് ഷോ ക്ലോസ് സിമിലാരിറ്റി വിത്ത് ദ സെക്കൻഡ് സ്പീഷീസ്, ബട്ട് സിമിലാരിറ്റീസ് വിൽ ബി ദർ. ഓക്കെ, സിമിലാരിറ്റി എന്ന് പറയുന്നത് ക്ലോസ് സിമിലാരിറ്റി ആയിരിക്കില്ല കാണിക്കുന്നത്, ചെറിയ സിമിലാരിറ്റീസ് ഉണ്ടാവും SP1 SP2 ആയിട്ട്. ഓക്കെ, അതായത് സ്പീഷീസ് 1 സ്പീഷീസ് 2 ആയിട്ട്. ലൈക്ക്വൈസ് each species which confined within a particular genus may have some similarity between them. Okay, ഇനി ഈ സ്പീഷീസ് എടുത്തു കഴിഞ്ഞാൽ ഈ സ്പീഷീസിനുള്ളിൽ ഓർഗാനിസം ഉണ്ടാവില്ലേ? യെസ്, അതിനുള്ളിൽ ഇപ്പോൾ ഒരു ജീനസ് എടുത്തു കഴിഞ്ഞാൽ ആ ജീനസ് പല സ്പീഷീസ് ചേർന്നാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി ആ സ്പീഷീസ് എടുത്തു കഴിഞ്ഞാൽ അതിനുള്ളിൽ ഇൻഡിവിജ്വൽ ഓർഗാനിസം ഉണ്ടാവും. ഓക്കെ, ഞാൻ ഒരെണ്ണം മെൻഷൻ ചെയ്യാം. ഓക്കെ, I1,
individual organism 1, individual organism 2, I2, individual organism 3, I3, like that many different individual organism will be there in a particular species. So species ne compare to genus കുറച്ചുകൂടി വലുതല്ലേ in number of organism as well as complexity ലും അതിനുള്ളിലുള്ള number of organismത്തിലും speciesനേക്കാളും വലുതാണ് എന്ന് പറയുന്നത് genus. Okay, now let's take an example from plant world. Okay, here I have written two plants from two different species. Okay, the potato and brinjal are two different plants from the two different species. Okay, and these two different species are confined within the genus Solanum. അതായത് ഈ genus Solanum എന്ന് പറയുന്നത് രണ്ട് സ്പീഷീസ് കമ്പൈൻ ചെയ്ത് കിട്ടിയതാണ്. ഓക്കെ, രണ്ട് ഡിഫറെൻറ്റ് സ്പീഷീസ് കമ്പൈൻ ചെയ്ത് കിട്ടിയതാണ്. ബട്ട് നമ്മൾ ഈ ഇതിൻ്റെ സ്പീഷീസും ഇതും എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇൻഡിവിജ്വൽ സ്പീഷീസ് തമ്മിൽ പരസ്പരം സിമിലാരിറ്റി ഉണ്ടായിരിക്കും, ഫീച്ചേഴ്സിൽ സിമിലാരിറ്റി ഉണ്ടായിരിക്കും. ഓക്കെ, നമ്മൾ സോളജി പഠിക്കുമ്പോൾ ആനിമൽ വേൾഡിൽ നിന്നും കൂടെ എക്സാമ്പിൾ പറയട്ടെ. ഐ ടെൽ യു ആൻ എക്സാമ്പിൾ ഫ്രം ദ ആനിമൽ വേൾഡ് ഓൾസോ. ഓക്കെ, ഹിയർ ജസ്റ്റ് എ Panthera. Okay, Panthera leo and Panthera tigris. Panthera leo ഏതാ? Panthera leo എന്ന് പറയുന്നത് ലയനെയാണ്. ഓക്കെ, Panthera tigris എന്ന് പറയുന്നത് ടൈഗറിനെയും. ഓക്കെ, these two species അല്ലെങ്കിൽ these two organism are from two different species. ഇവിടെ Panthera leo എന്ന് പറയുന്ന ഒരു സ്പീഷീസും Panthera tigris എന്ന് പറയുന്നത് മറ്റൊരു സ്പീഷീസുമാണ്. ബട്ട് ബോത്ത് വിൽ കം അണ്ടർ ദ ജീനസ് Panthera. ഇത് രണ്ടും വരുന്നത്, ഈ രണ്ട് സ്പീഷീസും വരുന്നത് ഒരേ ജനറ, അതായത് Panthera എന്ന് പറയുന്ന ജനറയിൽ നിന്നാണ്. ഓക്കെ, ദീസ് ടു ഓർഗാനിസം വിൽ കം അണ്ടർ ദ സെയിം ജീനസ് Panthera. ഓക്കെ, Panthera എന്ന് പറയുന്ന ജീനസിലാണ് വരുന്നത്. ഇനി നമ്മളിവിടെ ഈ രണ്ടും എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് ഓർഗാനിസത്തിന് എന്തുകൊണ്ട് ഇതിനെ സെയിം ജീനസ് ഇട്ടു എന്ന് നിങ്ങൾക്ക് ഡൗട്ട് വരില്ലേ? വൈ? ബിക്കോസ് ദീസ് ടു ഓർഗാനിസം have partially ossified hyoid bonds. This partially ossified hyoid bond enable them to roll. അപ്പോൾ ഈ hyoid bond presence ആണ് ഇവർക്കിടയിൽ കാണുന്ന ഒരു സിമിലാരിറ്റി. Like this, many similarities are there between the Panthera leo and Panthera tigris. ഈ സിമിലാരിറ്റി അടിസ്ഥാനമാക്കിയാണ് രണ്ടുപേരെയും ഒരേ ജീനസായ പാന്തേറയിൽ ക്ലാസിഫൈ ചെയ്തത്. Okay, understood? Hope you have understood it well. So here Panthera leo and Panthera tigris are the two different species which will come under the genus Panthera because of the body features. Okay, body features ന്റെ അടിസ്ഥാനമാക്കിയിട്ടാണ് അവിടെ ക്ലാസിഫിക്കേഷൻ നടന്നത്. ഞാനിവിടെ നിങ്ങളോട് പറഞ്ഞ പാർഷ്യലി ഓസിഫൈഡ് ഹയോയിഡ് ബോൺ എന്ന് പറയുന്നത് അവരുടെ ബോഡി ഫീച്ചേഴ്സിലെ ഒരു പ്രത്യേകതയാണ്. In addition to this, these organisms may have other morphological as well as anatomical similarities between them. ഓക്കെ, ഇത് കൂടാതെ തന്നെ ഈ രണ്ട് ഓർഗാനിസവും തമ്മിൽ മോർഫോളജിക്കലായിട്ടും അനാറ്റമിക്കലായിട്ടും സിമിലാരിറ്റി കാണിക്കുന്നുണ്ടാവും. Now let's move to the third level of classification, which is the third level, family. Family is another level of taxonomic hierarchy. When compared to the genus, it is some more higher level of classification. A family consists of a group of related genus. Okay, a family consists of a group of related genus. റിലേറ്റഡ് ജീനസിൻ്റെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയുക? ഫാമിലി എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ജസ്റ്റ് ടേക്ക് ആൻ എക്സാമ്പിൾ, ഫാമിലി എടുത്തു കഴിഞ്ഞാൽ ദീസ് ഡിഫറെൻറ്റ് ജീനസ് വിൽ കമ്പൈൻ ടുഗദർ ടു ഫോം എ സിംഗിൾ ഫാമിലി. ഒരു ഫാമിലി ഫോം ചെയ്യും. Here the family Solanaceae include three different genus, Datura, Petunia and Solanum. That means Datura, Petunia and Solanum are the three different genus which will come under the family Solanaceae. Here these genus will show some similarity between each other. ഈ ജീനസ് പരസ്പരം സിമിലാരിറ്റി കാണിക്കുന്നുണ്ട് ചില കാര്യങ്ങൾ. ഓക്കെ, ആ സിമിലാരിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഈ മൂന്ന് ജീനസിനെയും ഒരു പെർട്ടിക്കുലർ ഫാമിലിയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. Understood? Now let's take another example from the animal world. Here you can see lion and leopard which will come under the genus Panthera, and cat which will come under the genus Felis, isn't it? Here two genus, Panthera and Felis, are the two different genus which will come under the family Felidae. Okay, അതായത് ഈ Felidae എന്ന് പറയുന്ന ഫാമിലിയിൽ വരുന്ന രണ്ട് ഡിഫറെൻറ്റ് ജീനസ് ആണ് ഫെലിസും പാന്തേറയും. ഇവിടെ ഫെലിസ് എന്ന് പറയുന്നത് ക്യാറ്റിൻ്റെ കാറ്റഗറിയാണ്. ഓക്കെ, ക്യാറ്റിൻ്റെ കാറ്റഗറി. പാന്തേറ ജീനസ് എന്ന് പറയുന്നത് ലയൺസും ലെപ്പേർഡും ഒക്കെ വരുന്ന കാറ്റഗറിയാണ്. ഓക്കെ, സോ ഹിയർ ദീസ് ടു ഡിഫറെൻറ്റ് ജീനസ് is confined within the family Felidae. Why? Because these two genus will show some similarity in certain features. For example, another example പറയാം. ഇവിടെ Panthera Felis
അതായത് ലയൺ, ലെപ്പേർഡ്, കാറ്റ്സ്, ഈ ജീവികളെല്ലാം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ദേ ആർ നൊക്ടൂണൽ. നൊക്ടൂണൽ എന്ന് പറഞ്ഞാൽ എന്താ? ദേ വിൽ ബി ആക്റ്റീവ് ഡ്യൂറിങ് നൈറ്റ് ടൈം. നൈറ്റ് ടൈമിൽ ആക്റ്റീവ് ആവുന്ന ഓർഗാനിസമാണ്. They are nocturnal. Along with that, they are solitary also. What is meant by solitary? Solitary എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് നടക്കാൻ ഇഷ്ടപ്പെടുന്ന ആനിമൽസ് ആണ്. ഓക്കെ, സോളിറ്ററി ആൻഡ് നൊക്ടൂണൽ ഓർഗാനിസം. ഒറ്റയ്ക്ക് രാത്രികാലങ്ങളിൽ ആക്റ്റീവായിട്ട് നടക്കുന്ന ഓർഗാനിസത്തെയാണ് നമ്മൾ ഫെലിഡേ എന്ന് പറയുന്ന ഒരു ഫാമിലിയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ ഈ പറഞ്ഞ സിമിലാരിറ്റിയെ കൂടാതെ മറ്റു പല സിമിലാരിറ്റിയെയും ബേസ് ചെയ്തുകൊണ്ടാണ് ഈ രണ്ട് ഓർഗാനിസത്തിനെയും ഫെലിഡേ എന്ന് പറയുന്ന ഫാമിലിയിലേക്ക് ഉൾപ്പെടുത്തിയത്. ഓക്കെ, now let's move on to the next level of taxonomic hierarchy, order. So what is meant by order? Order is a group of related families. Okay, that means order consists of related families. The families which show some similarity between each other will come under a particular order. For example, think that this one is an order. This order may consist of different families. F1, F2, F3 are the different family which will come under a particular order, and these families will show similarity between each other, but the similarity will be comparatively lesser. When we will move to the higher levels of classification or higher levels of taxonomic hierarchy, the similarity between the individual organism or the similarity between the group which is confined within a particular group will be very less. അതായത് ഇവിടെ ഓർഡർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനുള്ളിൽ കൺഫൈൻ ചെയ്തിരിക്കുന്ന ഇൻഡിവിജ്വൽ ഫാമിലീസിൻ്റെ സിമിലാരിറ്റി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആ ഫാമിലീസിൻ്റെ മ്യൂച്വൽ സിമിലാരിറ്റി എന്ന് പറയുമ്പോൾ വളരെ കുറവായിരിക്കും. ഓക്കെ, നമ്മുടെ സ്പീഷീസ് ലെവലിൽ കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരിക്കും. Let's take an example from the animal world. Felidae and Canidae are the two family which will come under the order Carnivora. Okay, what is the peculiarity of Felidae എന്ന് പറഞ്ഞാൽ എന്താ? Felidae എന്ന് പറയുന്നത് കാറ്റ് ഫാമിലിയാണ്. ഓക്കെ, Canidae എന്ന് പറയുന്നത് ഡോഗ് ഫാമിലി. അപ്പോൾ Felidae and Canidae എന്ന് പറയുന്നത് ടു ഡിഫറെൻറ്റ് ഫാമിലി വിച്ച് വിൽ കം അണ്ടർ ദ ഓർഡർ കാർണിവോറ. എന്തുകൊണ്ടാണ് ഈ രണ്ടുപേരെയും കാർണിവോറ എന്ന് പറയുന്ന ഓർഡറിൽ ഇട്ടേന്ന് മനസ്സിലായോ? These are exclusively carnivores, or we can say that this obligatory carnivores ആണ് ഇവർ. ഒബ്ലിഗേറ്ററി കാർണിവോഴ്സ് എന്ന് വെച്ചാൽ മാംസം ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ആൾക്കാർ. ഓക്കെ, സോ ദീസ് ടു കാറ്റഗറി ആർ ഒബ്ലിഗേറ്ററി കാർണിവോഴ്സ്. ഇവർ രണ്ടുപേരും ഒബ്ലിഗേറ്ററി കാർണിവോഴ്സ് ആണ്. അതുകൊണ്ടാണ് അവരെ ഓർഡർ കാർണിവോറയിലേക്ക് ഇൻക്ലൂഡ് ചെയ്തത്. Okay, this is one of the common feature of this Felidae and Canidae. In addition to this, there are some other common features within these two families. Okay, and based on these common features, they were included in the order Carnivora. Ini namukku let's take an example from the plant world. This is a family Convolvulaceae and this is the family Solanaceae. And these two families will come under the order Polymoneales. Okay, ennoda parayam. The family Convolvulaceae and Solanaceae will come under the order Polymoneales. Polymoneales ennu varuna Polymoneales എന്ന ഓർഡറിൽ പെട്ട രണ്ട് റിലേറ്റഡ് ഫാമിലീസ് ആണ് Convolvulaceae, Solanaceae. And next level of classification is class. Class is a group of related order. Okay, that means class consists of a group of related orders. ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ വരുന്ന the related orders ആയിരിക്കും. Order 1, Order 2, Order 3. These are the related orders which can be seen inside a particular class. ഒരു ക്ലാസ്സിനുള്ളിൽ വരുന്ന റിലേറ്റഡ് ഓർഡേഴ്സിനെയാണ് അല്ലെങ്കിൽ റിലേറ്റഡ് ഓർഡേഴ്സിനെ ഒരു ഗ്രൂപ്പിനുള്ളിലാക്കി കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ക്ലാസ് എന്ന് വിളിക്കാം. ഓക്കെ, ലെറ്റ്സ് ടേക്ക് ആൻ എക്സാമ്പിൾ. Here, the class Mammalia consists of the order Primata and order Carnivora. ഇവിടെ Primata എന്ന് പറയുന്നത് Primata consists of the animals like monkey, gorilla, gibbon. Okay, and Carnivora consists of the animals like the tiger, lion. Okay, what is the peculiarity of these two orders? When we look into these two orders, you will understand one thing, that these are organisms that can give birth to young ones. ഇവിടെ നമ്മൾ ഈ ക്ലാസ് മമ്മീലിയയിൽ ഓർഡർ 1നെയും ഓർഡർ 2നെയും ഉൾപ്പെടുത്താനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ദിസ് ഓർഡർ 1 ആൻഡ് ഓർഡർ 2 ഈസ് capable of giving birth to young ones, and they have a pair of mammary glands in their body. That means they have mammary glands in their body as a adaptation for reproduction. So what is class? Class is a group of related order. Okay, it is a group of related orders. Related orders in ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയുക? ക്ലാസ് എന്ന് പറയുക. എക്സാമ്പിൾ Mammalia. And how do they relate? എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്?
ഡ്യൂ ടു ദ സിമിലാരിറ്റീസ്. ഓക്കെ, ഇങ്ങനെ അതിൻ്റെ സിമിലാരിറ്റീസ് കാരണമാണ് പരസ്പരം റിലേറ്റ് ചെയ്തിരിക്കുന്നത്. പല സിമിലാരിറ്റീസ് ഉണ്ട്. അതിലൊരു സിമിലാരിറ്റി ഐ ഹാവ് ഓൾറെഡി സെഡ്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് level of classification, or let's study the next level of taxonomic hierarchy, that is phylum. Okay, phylum. This is the higher level of taxonomic hierarchy. Phylum എന്ന് പറയുന്നത് taxonomic hierarchy യുടെ അടുത്ത higher level ആണ്. Phylum consists of a group of related classes. That means phylum is a group of related classes. Okay, now you can see here, this is an example. This is a phylum, and this phylum consists of the class 1, class 2 and class 3. Three different classes are joined together to form a phylum. അതായത് ഒരു phylum എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? പല ക്ലാസ്സസ് ജോയിൻ ചെയ്യുമ്പോഴാണ് നമുക്കൊരു phylum ഫോം ചെയ്യുന്നത്. And for example, here you can see the phylum Chordata is formed from the class Mammalia, Amphibia and Reptilia. In addition to these classes, some other classes are also coming under the phylum Chordata. Okay, അതായത് ഇത് കൂടാതെ തന്നെ മറ്റു ചില ക്ലാസ്സും കൂടിയുണ്ട്. ജസ്റ്റ് ഐ മെൻഷൻ ഓൺലി. ഓക്കെ, ഞാനൊരു 3 മാത്രം ഇവിടെ മെൻഷൻ ചെയ്തേ ഉള്ളൂ. These classes may have similarity with each other, isn't it? That's why it come under the same phylum. What will be the features of these 3 classes? എന്തായിരിക്കും ഈ 3 ക്ലാസ്സിൻ്റെയും ഫീച്ചേഴ്സ്? യെസ്, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ the organism which will come under the 3 classes will have this notochord. Okay, notochord will be there. ഓക്കെ, നോട്ടോകോഡ് ഉണ്ടായിരിക്കും. ഡോസൽ ഹോളോ നെർവ് കോഡ് അല്ലെങ്കിൽ ഡോസൽ ന്യൂറൽ ട്യൂബ് ഉണ്ടായിരിക്കും. ഓക്കെ, ഡോസൽ ഹോളോ ന്യൂറൽ ട്യൂബ് will also be there in the individual which will come under this particular class. Okay, and in addition to this, some other similarities are also existing between the classes. ഈ ക്ലാസ്സിനിടയിൽ വേറെയും പല സിമിലാരിറ്റീസും ഉണ്ട്. Kingdom is the highest level of taxonomic hierarchy. That means ഒരു taxonomic hierarchyയിലെ ഏറ്റവും വലിയ കോംപ്ലക്സിറ്റി കൂടിയ ലെവലിനെയാണ് നമ്മൾ എന്ത് പറയുക? കിങ്ഡം എന്ന് പറയാം. ആൻഡ് the number of individuals which will come under a particular kingdom will be larger. Okay, ഒരുപാട് ഓർഗാനിസത്തിനെ നമുക്കൊരു കിങ്ഡത്തിനുള്ളിൽ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ആക്ച്വലി there are 2 kingdom Animalia and kingdom Plantae. All the animals which belong to different phyla are assigned under the kingdom Animalia. All the plants of various division will come under the kingdom Plantae. I'll tell you once more. All the animals belong to various phyla will come under the kingdom Animalia. All the plants of various division will come under the kingdom Plantae. Okay, നമ്മൾ ഏതൊരു ഓർഗാനിസത്തിനെ കിട്ടിയാലും ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുന്നത് അത് കിങ്ഡം ആനിമേലിയയിൽ വരുന്നതാണോ കിങ്ഡം പ്ലാന്റയിൽ വരുന്നതാണോ എന്നാണ്. സോ ദിസ് ഈസ് ദ ഹയസ്റ്റ് വൈഡ് ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ. അതായത് ഇതൊരു വൈഡ് റേഞ്ചാണ്. ഓക്കെ, ഒരു കിങ്ഡം എന്ന് പറയുന്നത് ഒരു വൈഡ് റേഞ്ചാണ്. അവിടെ നമ്പർ ഓഫ് ആനിമൽസ് വിൽ ബി ദെയർ. ഓക്കെ, അൺകൗണ്ടബിൾ ആണ്. നമുക്ക് ഒരിക്കലും കൗണ്ട് ചെയ്യാൻ പറ്റാത്തത്ര ആനിമൽസ് കിങ്ഡം ആനിമേലിയയിൽ വരും. അതുപോലെ തന്നെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റാത്തത്ര പ്ലാന്റ്സ് കിങ്ഡം പ്ലാന്റയിലും വരും. In short, kingdom is the higher level of taxonomic classification. Okay, here in a taxonomic hierarchy there are 2 kingdoms, kingdom Plantae and the kingdom Animalia. All the animals of various phyla will come under the kingdom Animalia, and all the plants of various division will come under the kingdom Plantae. Okay, hope you have understood the topic well. If you have any doubt, please contact me. Till then, bye, stay safe.